ആൻമരിയ സണ്ണി, അമൃത പടിക്കൽ, ലിഡിയ ജേക്കബ്, രസ്ന MP എന്നിവരാണ് ചേരുന്നത്. ആദ്യം ആൻമരിയിലേക്കാണ്. ആൻമരിയ, ആഘോഷപൂർവ്വം അങ്ങനെ നൃത്തച്ചുവടുകളൊക്കെയായി പാട്ട് ആവേശത്തിലാണ് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഉള്ളത്. എപ്പോഴാണ് ഫ്ലാഗ് ഓഫ് നടക്കുക? ഇനി വാമപ്പ് അടക്കമുള്ള സെഷനുകൾ ഉണ്ടല്ലോ അല്ലേ? കൊച്ചി പൂർണ്ണമായിട്ടും ഇതാ 24-ന്റെ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതാ വളരെ മനോഹരമായിട്ടുള്ള സംഗീത നിശ, അതിനോടൊപ്പം തന്നെ ചുവടുകൾ വെച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വനിതകൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നു. മറുഭാഗത്ത് ഇതാ ഫോട്ടോ സെക്ഷൻ ചേച്ചിമാരൊക്കെ വളരെ സന്തോഷത്തിലാണ്, അവർ ആവേശത്തിലാണ്. നമ്മൾ 8:30യോടുകൂടി തന്നെ നമ്മുടെ പരിപാടികളുടെ ആ തുടക്കം നമ്മൾ അങ്ങോട്ട് ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ അല്പസമയങ്ങൾക്ക് മുൻപാണ് സംഗീത നിശ ആരംഭിച്ചത്. അതിനുശേഷം 8:30 നമ്മളൊരു സൂംബ സെക്ഷനിലേക്ക് കിടക്കും. അതിനുശേഷം 9 മണിയോടെ ഔദ്യോഗികമായ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഇതിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ, വിവിധ നിരയിലുള്ള ആളുകൾ, അത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. കൊച്ചി പൂർണ്ണമായിട്ടും 24 ഒരുക്കിയിരിക്കുന്ന ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷന് വേണ്ടിയിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2000-ലധികം വനിതകളാണ് നിലവിൽ ഇതുവരെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ ആഘോഷത്തിലാണ് നമ്മളും, അതോടൊപ്പം തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഭയമായിരുന്നു വനിതകൾക്കെങ്കിൽ ആ ഒരു ഭയം അത് ഈ രാത്രി ഞങ്ങൾക്ക് കൂടിയാണ് എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓടി ഒന്നാമതെത്താനാണോ അതോ പങ്കാളിയാവാനാണ്? പങ്കാളിയാവാനാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റലിൽ. ഓ, നഴ്സുമാരാണോ? ഇത് നമ്മുടെ മാലാഖമാരുണ്ട് ഓടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഗോകുൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനകത്ത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇവിടെ ആരോഗ്യ രംഗത്തെയുള്ള ആളുകളുണ്ട്, വിവിധ രംഗത്തുള്ള ആളുകളുണ്ട്. 2 കാറ്റഗറി ആയിട്ടാണ് മത്സരം നടക്കുന്നത്. 15 മുതൽ 30 വരെയും 30-ന് മുകളിലേക്കും ഈ രീതിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2 വിഭാഗങ്ങൾക്കും 1, 2, 3 സമ്മാനങ്ങൾ ഉണ്ടാകും. 2 വിഭാഗങ്ങൾക്കും അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിരവധിയായിട്ടുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും 24 ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് 24-ന്റെ പ്രതിനിധികളുടെ വ്യാപകമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഏകദേശം 6 മണിയോടുകൂടി തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഫ്ലാഗ് ഓഫിലേക്ക് കടന്നാച്ചാൽ മതി. ഒക്കെ ഇവരോട് ചോദിക്കാം. ചേച്ചി എവിടുന്നാ വരുന്നത്? വൈറ്റില. ജയിക്കോ? ഓടി ജയിക്കാൻ വേണ്ടിയിട്ടാണോ അത് പങ്കാളിയാവണോ? ജയിക്കാൻ വേണ്ടി തന്നെ. ഒന്നാം സ്ഥാനം വൈറ്റില. ജയിക്കും. 1ാം സ്ഥാനമാണോ? എല്ലാവരും 1ാം സ്ഥാനത്തിന് കൂടെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മത്സരിക്ക് സമ്മാനം നേടണമെന്നുള്ള ആവേശത്തോടു കൂടി എത്തിയിരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ പങ്കാളിയാകാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകൾ. ഗോകുൽ, തീർച്ചയായിട്ടും കൊച്ചി മുഴുവൻ ഒരു പിങ്ക് നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം 24 ഒരുക്കിയിരിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് അങ്ങനെ 4ാം എഡിഷനാണ് തുടക്കമാകുന്നത്. കഴിഞ്ഞ തവണ എല്ലാം നമ്മൾ ഈ പരിപാടി നമ്മൾ കണ്ടതാണ്. വലിയ ആൾക്കൂട്ടങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഏകദേശം ഒരു 4 മണി സമയത്തോടു കൂടിയൊക്കെ ഇവിടെ എത്തി. ആ സമയം തൊട്ട് നമ്മൾ കാണുന്നതാണ് വനിതകളുടെ ഒരു നീണ്ട നിര. ആ ഒരു നിര രജിസ്ട്രേഷൻ ആയിട്ട് ആരംഭിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.